മക്കളേഴ്സ് നാളെ എക്സാമിനേഷൻ ആണ്. നമ്മൾ കാത്തിരുന്ന ഫിസിക്സിന്റെ എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ സൂപ്പർ 6 ഇന്ന് രാത്രി 7 മണിക്ക് വേണ്ടി എല്ലാവരും കൃത്യസമയത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വന്നിരിക്കുന്നത്. ഡബിൾ പാസ് ഉറപ്പിക്കാനുള്ള ചിലപ്പോൾ ഇത് കണ്ടാൽ ചിലപ്പോൾ ഫുൾ A+ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ എന്നാൽ ഡബിൾ പാസ് ഒരു അഷുറൻസ് തരുന്നുള്ളൂ. ഡബിൾ പാസ് ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കായിട്ട് സൂപ്പർ 6 നിങ്ങൾ എത്തിയാൽ മതിയാവും. ഇനി ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ PDF എന്നൊന്നും എന്ത് ചെയ്യുക, അത് വേണ്ടല്ലേ, കമന്റ് ബോക്സിൽ PDF വേണം സാറേ എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, റെഡി. ആദ്യം തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. പ്രിൻസിപ്പൾ ഹോമോജിനിറ്റിയും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആണ് 2 പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ, പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി വെച്ച് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ്. ചിലപ്പോൾ അത് ചോദിക്കുന്നത് സിമ്പിൾ പെൻഡുലം ആയിരിക്കും. അപ്പോൾ സിമ്പിൾ പെൻഡുലം കൂടെ നോക്കിയിട്ട് പോവാം. അത് നമ്മൾ സൂപ്പർ 6 ഡീൽ ചെയ്യുന്നതാണ്. റെഡി അല്ല മക്കളെ? അപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ സ്ട്രൈറ്റ് ലൈനകത്ത് ഒരു കുട്ടി ഒരു കല്ല് വലിച്ച് മുകളിലോട്ട് എറിയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. ആക്സലറേഷൻ എന്തായിരിക്കും? ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അതേപോലെ തന്നെ വെലോസിറ്റി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. വെലോസിറ്റി ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ റിലേഷൻ, ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എക്സാമിന് എന്ത് ചെയ്യുന്നതാണ് മക്കളെ ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഡെറിവേഷൻ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകേണ്ടതാണ്. ദെൻ പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ ആണ്, അത് നമ്മുടെ അടുത്ത ചാപ്റ്ററായ പ്രൊജക്ടൈൽ മോഷൻ പ്ലെയിൻ. മോഷൻ പ്ലെയിനകത്ത് നിങ്ങൾ പ്രൊജക്ടൈൽ മോഷൻ ഉറപ്പായും പഠിച്ചിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ഹൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയാൽ വളരെ വളരെ ഉപകാരമായിരിക്കും. ദെൻ അതിനുശേഷം വരുന്നത് നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്യുവർ റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ അവിടുത്തെ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ഇനി സെൻട്രൽ മാസ് എന്താണെന്ന് പഠിച്ചിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത്. ടോർക്കിന്റെ വെക്ടർ ഫോം പഠിച്ചിട്ട് പോവാം. ഡെഫിനിഷൻ ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് വെക്ടർ ആൻഡ് ഫോഴ്സ് വെക്ടർ ആണ്. എക്സാമിന് ചോദിക്കുന്നതാണ്. അതും 1 മാർക്കിന് ചോദിക്കാം. അതിൻ്റെ സബ് ക്വസ്റ്റിന് 1 മാർക്കിന് ചോദിക്കാം. ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എങ്ങനെയായിരിക്കും ടോർക്കിനെ കൂട്ടുന്നത്? റേഡിയസ് കൂട്ടുന്നതിലൂടെ. അതേപോലെ തന്നെ ആംഗിൾ 90 ആക്കുന്നതിലൂടെ നമുക്ക് ടോർക്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിച്ചിരിക്കും. നാളത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ടോർക്കും അതേപോലെ തന്നെ ആംഗുലാർ മൊമെന്റും ആയിട്ടുള്ള ആ ഒരു ഡെറിവേഷൻ വളരെ സിമ്പിൾ സ്റ്റെപ്പുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ദെൻ അടുത്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ്. ടോർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു കുട്ടി ഇങ്ങനെ കറങ്ങുന്നു, ഇങ്ങനെ കറങ്ങുന്നു. ഏതാണ് സ്പീഡ് കൂടുതൽ? ഇങ്ങനെ കറങ്ങുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയും, ആംഗുലാർ വെലോസിറ്റി കൂടും. നമുക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്റർ വർക്ക് എനർജി പവറിനകത്ത് ടൈപ്പ് ഓഫ് വർക്കിൽ നിന്ന് ഉറപ്പായും 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ മാക്സിമം എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ ഉറപ്പായും നിങ്ങൾ പഠിച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. പിന്നീട് ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ കൺസർവ് ചെയ്യും. എല്ലാ പോയിന്റിലും ടോട്ടൽ എനർജി mgh ആണ്. ഈ ഡെറിവേഷൻ എക്സാമിന് പഠിച്ചിട്ട് പോവുക. ദെൻ അടുത്ത വരുന്ന കൊളീഷൻ എന്താണ് നോക്കിയിട്ട് പോവുക. ടൈപ്പ് ഓഫ് കൊളീഷൻ. എല്ലാ കൊളീഷനിലും നമുക്ക് എല്ലാവർക്കും അറിയാം മൊമെന്റം ആണ് കൺസർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളീഷൻ എല്ലാവരും എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇനി അടുത്തത് ലോസ് ഓഫ് മോഷൻ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂട്ടന്റെ ലോസ് എല്ലാം പഠിച്ചിട്ട് പോവുക. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, അതിന് ലോ ഓഫ് ഇനർഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇനർഷ്യ എന്ന് പഠിച്ചിട്ട് പോവുക. ഇനർഷ്യ ഓഫ് മോഷൻ, ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് എന്താണ് ഡയറക്ഷൻ. ദെൻ അതിനുശേഷം ഈ ഒരു ഡെറിവേഷൻ പഠിക്കുക. 2 മാർക്കിന് ഡെറിവേഷൻ ആയിരിക്കും FE MA ഡെറിവ് ചോദിക്കുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്നും FE MA 2 മാർക്ക്. സെക്കൻഡ് ലോ ഉൾപ്പെടെയാണ് ചോദിക്കുന്നതെങ്കിൽ 3 മാർക്കായിരിക്കും അവിടെ പ്രതീക്ഷിക്കാവുന്നത്. ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്? മൊമെന്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് അവിടെ പഠിച്ചിട്ട് പോകേണ്ടത്? ഈ എക്സ്റ്റേണൽ ഫോഴ്സിന് കൊടുക്കുന്നെങ്കിൽ മൊമെന്റം എന്തായിരിക്കും? കൺസർവ് ചെയ്യുമെന്ന് പഠിച്ചിട്ട് പോവുക. ഇനി ഒരു കാർ ലെവൽ റോഡിലൂടെ പോകുന്ന കാറിന്റെ വെലോസിറ്റി, അതേപോലെ തന്നെ ബാങ്കിങ് ഓഫ് റോഡിന്റെ ഡെറിവേഷൻ, അത് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? എക്സാമിന് പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. ദെൻ ഗ്രാവിറ്റേഷൻ ആണ്. ഓൾറെഡി നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഡീൽ ചെയ്തു. അടുത്ത എന്താണ്? ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷനകത്ത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചിട്ട് പോവുക. ദെൻ അവിടെ ഹൈറ്റിന്റെയും അതേപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം മക്കളെ? നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ കയറാനായിട്ട്. അതേപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് ആ റിലേഷൻ കണ്ടോടാ. എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റി ആയിട്ടുള്ള ആ റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് പോവുക. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി ആണ്. പിന്നെ കെപ്ലേഴ്സിന്റെ ലോ നോക്കുക. ലോ ഓഫ് ഓർബിറ്റ്, ലോ ഓഫ് ഏരിയ, ലോ ഓഫ് പീരീഡ് ആണ്. 1 മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഹുക്സ് ലോ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിനകത്ത് ഹുക്സ് ലോ നോക്കിയിട്ട് പോവുക. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ആണ്.
ഈ കെനെ വിളിക്കുന്നതാണ് മോഡുലസ് ഓഫ് വെലോസിറ്റി. ടൈപ്പ് ഓഫ് മോഡുലസ് വെലോസിറ്റി, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, ഇതെല്ലാം ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ പഠിച്ചിട്ട് പോകണം. പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒന്നും പറയാനില്ല, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഓരോ റീജിയനും എന്താണെന്ന് ചോദിക്കും, ഓരോ പോയിന്റും എന്താണെന്ന് എക്സാമിന് ചോദിക്കുന്നതാണ്. പാസ്കൽസ് ലോയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂയിഡ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ പാസ്കൽസ് ലോ ആണ്. പാസ്കൽസ് ലോ എന്താണെന്ന് ചോദിക്കും. അതിൻ്റെ ആപ്ലിക്കേഷന് വരുന്ന ഹൈഡ്രോ ലിഫ്റ്റ് പഠിച്ചിട്ട് പോവുക. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പ്രോബ്ലം ചോദിക്കാനും സാധ്യതയുണ്ട്. ശേഷം ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഡെറിവേഷൻ വളരെ കുറഞ്ഞ സ്റ്റെപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഈ ഡെറിവേഷൻ പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. ദെൻ അതിനുശേഷം സ്റ്റോക്സ് ലോ ആണ് വരുന്നത്. സ്റ്റോക്സ് ലോ നമുക്കറിയാവുന്നതാണ്. ഒരു സ്പെറിക്കൽ ബോഡി ഒരു വിസ്കസ് മീഡിയത്തിലൂടെ താഴോട്ട് വരുമ്പോൾ അതിൽ ആക്ട് ചെയ്ത വിസ്കസ് ഫോഴ്സ് 6π∗RV ആണ്. ഇത് പഠിക്കാൻ ടെക്നിക്ക് എന്താണ്, 6 പൈക്കിടാങ്ങളെ 6ന്റെ വക്കത്ത് ഈറ്റ കഴിക്കാൻ കെട്ടിയിട്ടിരിക്കുന്നു. റെഡി, നമുക്കറിയാവുന്നതാണ് അല്ലേ. പിന്നെ സർഫസ് ടെൻഷനാണ്. സർഫസിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് പോകണം. ദെൻ ആംഗിൾ ഓഫ് കോൺടാക്ട് ആണ്. ആംഗിൾ ഓഫ് കോൺടാക്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ടാൻജന്റ് വരയ്ക്കുക. യെസ്, ദിസ് ഈസ് ആംഗിൾ ഓഫ് കോൺടാക്ട്. മെർക്കുറി ആണെങ്കിൽ ഒപ്റ്റ്യൂസ്, വാട്ടർ ആണെങ്കിൽ അക്യൂട്ട് ആയിരിക്കും ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത്. പിന്നീട് ഇവിടുന്ന് എപ്പോഴും സർഫസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷന് ക്വസ്റ്റ്യൻ ചോദിക്കും. ലിക്വിഡ് ഡ്രോപ്പ് സ്പെറിക്കൽ ഷേപ്പ് കയറാൻ കാരണം എന്താണ്, സർഫസ് ടെൻഷൻ. പെയിന്റ് വെള്ളത്തിൽ മുഖം ഒട്ടിപ്പിടിക്കാൻ കാരണം എന്താണ്, സർഫസ് ടെൻഷൻ. വാട്ടർ റിപ്പൽ ചെയ്യാൻ കാരണം എന്താണ്, വാട്ടർ റിപ്പൽ നമ്മൾ സർഫസിൽ അടിക്കുമ്പോൾ വാട്ടർ റിപ്പൽ ചെയ്യാൻ കാരണം എന്താണ്, ഡ്യൂ ടു സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ കൂടുമ്പോഴാണ് റിപ്പൽഷൻ ഉണ്ടാകുന്നത്. ഹോട്ട് സൂപ്പ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റർ ആകാൻ കാരണം ഡ്യൂ ടു സർഫസ് ടെൻഷനാണ്. ഹോട്ട് സൂപ്പിന് സർഫസ് ടെൻഷൻ കുറവാണ്, അതാണ് സംഭവം. കാപ്പിലറി റൈസ്, കാപ്പിലറി റൈസിന്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കുറഞ്ഞ സ്റ്റെപ്പിലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദെൻ അതിനുശേഷം അടുത്ത ചാപ്റ്ററായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ നിങ്ങൾ നോക്കിയിട്ട് പോവുക. റീജലേഷൻ, ഈ ടേംസ് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം. റീജലേഷൻ നോക്കിയിട്ട് പോവുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഈ ഒരു ഫിഗർ നോക്കി വെച്ചോളുക. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ അല്ലേ. സണ്ണിൽ നിന്ന് ഹീറ്റ് ഇങ്ങോട്ട് എത്തുന്നത് എങ്ങനെയാണ്, റേഡിയേഷനിലൂടെയാണ്. പിന്നെ സീ ബ്രീസും ലാൻഡ് ബ്രീസും മക്കളെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സാമിന് ചോദിക്കും, ഈക്വേഷൻ പഠിച്ചു വെക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് യെസ് ഐസോ തെർമൽ പ്രോസസ്സും അതിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഡെറിവേഷനും പഠിക്കണം. ഈ ഗ്രാഫ് നോക്കണം. ഐസോകോറിക്ക്, ഐസോബാറിക്ക്, ഐസോതെർമൽ, അഡയബാറ്റിക്. ദെൻ ഈ ഗ്രാഫ് ഐസോകോറിക് പ്രോസസ്സിനാണ്. അപ്പോൾ വർക്ക് കൂടുതൽ ഐസോബാറിക്കിനാണ്. എക്സാമിന് ചോദിക്കും. വർക്ക് ഏരിയ ആണ്, പി വി ഗ്രാഫിൻ്റെ ഏരിയ ആണ് വർക്ക്. ഏറ്റവും കൂടുതൽ വർക്ക് ഐസോബാറിക് പ്രോസസ്സിനാണ്. കാർനോട്ട് എൻജിൻ പഠിക്കുക. കാർനോട്ട് എൻജിൻ, അതേപോലെ തന്നെ കാർനോട്ട് സൈക്കിളും എക്സാമിന് പഠിച്ചിട്ട് വേണം പോകാൻ. ആ ഓരോ പ്രോസസ് എന്താണെന്ന് നോക്കുക. കാർനോട്ട് സൈക്കിൾ ചോദിക്കുന്നതാണ് എക്സാമിന്. പി വി ഡയഗ്രാം. ഓക്കെ, വെലോസിറ്റി. ഇനി അടുത്ത നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഉണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് എന്താണ്, ലോ ഓഫ് ഇക്യൂ പാർട്ടീഷൻ ഓഫ് എനർജി നോക്കിയിട്ട് പോവുക. മീൻ ഫ്രീ പാത്ത് നോക്കിയിട്ട് പോവുക. അതേപോലെ തന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോക്കിയിട്ട് പോവുക. ഒരു ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കുന്നത്, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും. അത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിൽ കയറാൻ. അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് അറിയണം. ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്നും 1 ഡിഗ്രി ഓഫ് ഫ്രീഡം എനർജി ഹാഫ് kBT ആണ്. അതാണ് ലോ ഓഫ് ഇക്യൂ പാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. അത്രയും ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി ഓസിലേഷനകത്ത് വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. അതേപോലെ തന്നെ ഈ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക. യെസ്, ഇതാണ് ഗ്രാഫ്, എനർജി ഗ്രാഫാണ്. പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ ഡെറിവേഷൻ എക്സാമിന് പഠിച്ചിട്ടേ കയറാൻ പാടുള്ളൂ. ദെൻ ലാസ്റ്റ് ചാപ്റ്ററായ വേവ്സ് ആണ്. വേവ്സിൽ ഈ ഒരു ഇക്വേഷൻ ഞാൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഇത്തവണത്തെ നമുക്ക് സൂപ്പർ 6ൽ ആ ഒരു പ്രോബ്ലം ചെയ്യാം. ആ ഒരൊറ്റ പ്രോബ്ലം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വേറൊന്നും നിങ്ങൾ ഈ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ട. ആ ഒരു പ്രോബ്ലത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി. അപ്പോൾ ഇങ്ങനെ എ ബി സി ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഞാൻ ആ ക്വസ്റ്റ്യനകത്ത് ABCDEF വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വരുന്ന എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെയ്യാം. പിന്നെ സ്റ്റേഷനറി വേവ് ആണ്. എന്താണ് സ്റ്റേഷനറി വേവ് എന്ന് അറിയുക. അങ്ങോട്ട് പോകുന്ന വേവ് ഇങ്ങോട്ട് പോകുന്ന വേവ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്റ്റേഷനറി വേവ്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്, ഒരു സ്റ്റാൻഡിങ് വേവിനെ അല്ലെങ്കിൽ സ്റ്റേഷനറി വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതാണ് എൻ്റെ നോഡ്, ഇതാണ് ആൻറ്റിനോഡ്. നോഡും ആൻറ്റിനോടും തമ്മിലുള്ള ദൂരമാണ് λ/4. നോടും തമ്മിലുള്ള ദൂരമാണ് λ/2 എന്ന് പറയുന്നത്. അതേപോലെ ആൻറ്റിനോടും തമ്മിലുള്ള ദൂരമാണ് λ/2 എന്ന് പറയുന്നത്. അതാണ് സംഗതി. സ്റ്റാൻഡിങ് വേവിൻ്റെ പൈപ്പാണ്. ഒരു പൈപ്പിനകത്ത് ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവിൻ്റെ ഡെറിവേഷൻ എല്ലാവരും എന്ത് ചെയ്യാൻ പഠിച്ചോ. സ്ട്രെച്ചിൽ സ്ട്രിങ്ങും പഠിച്ചിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിട്ട് പോകണമെങ്കിൽ ഉറപ്പാണ് മക്കളെ നിങ്ങൾക്ക് ഡബിൾ പാസ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്.
എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാമിനേഷൻ എഴുതാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിക്കൂ. ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.